എങ്ങനെ ഉണ്ടാതി നമ്മുടെ എങ്ങനെയുണ്ട് ആദ്യം അതെ, നമ്മളെ വീട്ടിൽ നമ്മൾ KFC ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വരഞ്ഞ് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കി ഇനി മസാലകൾ നമ്മളിപ്പോൾ ഇതിലേക്കായിട്ട് എടുക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. ഇത് രണ്ടും നമുക്ക് മിക്സ് ചെയ്തിട്ട് മസാല ചെയ്യാനായിട്ട് ഇടണം. പിന്നെ അതിൽ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മളെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല റെഡി ആവുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മളെ ഗാർലിക്കും ജിഞ്ചറും കുരുമുളകും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ഈ മസാലയിലേക്ക് ഒഴിക്കുക. ഇനി കുറച്ച് നാരങ്ങ ഒഴിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് കോൺഫ്ലോർ. ഇത് ആവശ്യത്തിന് നമ്മൾ 2 സ്പൂണാണ് ഇതിലിട്ടത്. പിന്നെ അതിലേക്കൊരു മുട്ടയും പൊട്ടിച്ചിടുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാനും മറക്കരുത്. അങ്ങനെ ഇതെല്ലാം ആയി. ഇപ്പോൾ ഏകദേശം ഒരു മസാലയിലെ സാധനങ്ങൾ കംപ്ലീറ്റ് ആയി. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ആ മിക്സ് ചെയ്ത മസാലയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കന് ചിക്കന് അതിൽ മുക്കി നമ്മുടെ മസാലയെല്ലാം തേച്ച് നല്ല റെഡിയാക്കി വെക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നമ്മുടെ KFC ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മൈദ ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ അതോടുകൂടെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ നേരത്തെ KFCക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച മസാല നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി വെച്ച ചിക്കൻ, മസാലയിലിട്ട് വെച്ച ചിക്കൻ ഇനി നമ്മൾ മൈദയിലേക്ക് ഇടണം. മൈദയിലേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് നന്നായിട്ട് നമ്മൾ മൈദ ഫുള്ളായിട്ട് മുക്കിയതിന് ശേഷം അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഫസ്റ്റ് നമ്മളെ ചിക്കൻ പീസിലേക്ക് നമ്മൾ മൈദ മുക്കണം. മൈദ നമ്മൾ നന്നായി അതിൽ മുക്കിയതിന് ശേഷം ഇനിയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ വെക്കണം. ഇത് നന്നായിട്ട് നമ്മളതിൽ മൈദ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ തൊട്ടടുത്ത് നമ്മൾ എടുത്തു വെച്ച ആ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ നമ്മൾ ഇതൊന്ന് കഴുകണം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് നല്ല കോട്ടിങ്ങോടെ ക്രിസ്പി ആയിട്ട് നമ്മളൊരു കോട്ടിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി വീണ്ടും നമ്മളതിൽ മൈദ മുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് 2 ലെയറായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ നേരെ ചട്ടിയിലിടണം. അങ്ങനെ ചട്ടിയിലിട്ടിട്ട് ഫ്രൈ ആവുന്നതോടുകൂടി നമ്മളുടെ വീട്ടിൽ നിന്നുണ്ടാക്കിയ നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ, നമ്മൾ KFC എന്ന് പറയുന്നത് ജസ്റ്റ് തമ്പനയിൽ കൊടുത്തു എന്നുള്ളൂ. ബ്രോസ്റ്റഡ് ചിക്കനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ആൾക്കാർക്ക് ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തമ്പനയിലിൽ KFC എന്ന് കൊടുത്തത്. അങ്ങനെ ഏകദേശം നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വലിയ 2 ലെഗ് പീസും പിന്നെ ചെറിയ കുറച്ച് പീസുമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ നല്ല അടിപൊളി പീസും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ്.
ഞാൻ ആ പീസ് എടുത്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പീസാണ്, ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് മക്കളെ വിളിച്ച് അവർക്ക് കൊടുക്കാം. എങ്ങനെ ഉണ്ടാതി നമ്മുടെ എങ്ങനെയുണ്ട് ആദ്യം? ഓക്കെ അല്ലേ? ഇനി പ്രശ്നമില്ലല്ലോ? കണ്ടോ, ഈ പീസിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.